നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ ഭിത്തികളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കണ്ടത്. ഇനി നമ്മൾ കാണുന്നത് നമ്മൾ എക്സിബിഷനൊക്കെ പല സ്ഥലത്ത് കൊണ്ടുപോകുന്നതും കേരളത്തിന് വെളിയിൽ ഒത്തിരി സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്, അത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ അതിലുള്ള ഒരു സംഭവമാണ് 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട്. 10 ലക്ഷം കോടിയുടെ സിംബാബ്വെ പുറത്തിറക്കിയതാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് കൊട്ടയിലാണ് നമുക്ക് നോട്ട് കൊണ്ടുപോകേണ്ടത്. മൂല്യം വളരെ കുറവാണ്. പക്ഷേ ഈ നോട്ടിനൊരു മൂല്യമുണ്ട്. ഇത് വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അവർക്ക് ഗിന്നസ് കിട്ടാൻ വേണ്ടി 14 അക്കമുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ അക്കമുള്ള നോട്ട് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിന് മൂല്യമുണ്ട്, ഈ നോട്ടിന് മൂല്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര റെയറായിട്ട് ഇറങ്ങിയ നോട്ടായതുകൊണ്ട്. ഇതെല്ലാം മ്യൂസിയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ വളരെ പാടാണ്, അത്രയ്ക്ക് റെയർ നോട്ടാണ്. 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട്. ഇത് അലക്സാണ്ടറിന്റെ നാണയം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് ഉപയോഗിച്ച നാണയം. 2326 വർഷം ഇതിന് പഴക്കമുണ്ട്. 2326 വർഷം പഴക്കമുണ്ട്. ക്രിസ്തുവിന് മുമ്പാണ് അലക്സാണ്ടർ ഇവിടെ നമ്മുടെ ഭാരതത്തിൽ വന്നത്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ച ഫോണുകളാണ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഉപയോഗിച്ച ഫോൺ. ഇതിനു മുമ്പുള്ളൊരു ഫോൺ നമ്മുടെ ഉണ്ട്. ഇപ്പം അതിൻ്റെ എല്ലാം ഫ്രെയിം ചെയ്യാനായിട്ട് വെച്ചേക്കുക. ആദ്യത്തെ ഫോൺ എനിക്കിപ്പോൾ കിട്ടി. മൊബൈൽ ഫോണുകളുടെ തുടക്കം സിം ഇട്ട് വിളിക്കുക, അത്യാവശ്യം മെസ്സേജ് അയക്കുക. ആദ്യത്തെ മൊബൈൽ അത് തന്നെ. ഇത് 1 കാശാണ് തിരുവിതാംകൂറിൻ്റെ. 1 കാശിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ ഒരു നാണയം 1 കാശായിരുന്നു. 456 1 കാശ് കൊടുത്തെങ്കിലേ ബ്രിട്ടീഷ് 1 രൂപ ആവത്തുള്ളായിരുന്നു. അത്ര 1 കാശ് കൊടുത്തെങ്കിലേ ആവത്തുള്ളായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ 1 കാശിന് അന്ന് ചായയും വടയും നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ 1 രൂപയ്ക്ക് എന്ത് വിലയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 1 രൂപയ്ക്ക് അത്രയ്ക്ക് വിലയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1 കാശാണ് ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയം. ഇത് ആദ്യത്തെ ഫോട്ടോയാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ച ആദ്യത്തെ ഫോട്ടോ. 1800 കാലഘട്ടത്തിലുള്ള ഫോട്ടോകൾ നമ്മൾ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത് അതിന് മുമ്പ് ഉള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്ന ഫോട്ടോയാണ് ആദ്യത്തെ ഫോട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ 1000 രൂപയുടെ നാണയം. ഇന്ത്യയുടെ ആദ്യത്തെ 1000 രൂപയുടെ നാണയം. ഇത് 2010 പുറത്തിറങ്ങിയേക്കുന്നത്. ഇറക്കിയതാ. വളരെ കുറച്ച് പീസുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ബുക്ക് ചെയ്യണമായിരുന്നു. 4500 രൂപ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. വിനിമയത്തിലല്ല, നമുക്ക് കളക്ഷൻകാർക്കും അല്ലാതെയൊക്കെ ചെയ്ത. പക്ഷെ ഇത് വളരെ റെയർ നാണയമാണ്. തഞ്ചാവൂരിന്റെ പടമാണ് ബാഗിൽ തഞ്ചാവൂരിന്റെ പടമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 5 രൂപ അതിന്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയുള്ള 5 രൂപ തഞ്ചാവൂരിന്റെ പടമുള്ള. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, 64 പേജ്, 64 കവിത, 64 ഭാഷ. ഇത് ഗിന്നസ് കിട്ടിയതാണ്. സത്താർ എന്ന് പറയുന്ന ഗിന്നസ് സത്താർ എന്ന് പറഞ്ഞ ആള് നമുക്ക് തന്നതാണ്. പുള്ളി ഇവിടെ വന്നിരുന്നു. നമുക്കിവിടെ ശിലാ മ്യൂസിയം നമുക്ക് ആദരവ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ വർക്കായത്. പുള്ളി തൃശ്ശൂരിനപ്പുറം ആദൂർ സത്താർ, ആദൂർ എന്ന് പറയും. ആദൂർ സത്താർ. ഇതാണ് യങ് ഇന്ത്യ പത്രം. 1915 ഗാന്ധിജി ഇറക്കിയ പത്രം യങ് ഇന്ത്യ. 1932 വരെ യങ് ഇന്ത്യ ഉണ്ടായിരുന്നു. 33 തൊട്ട് 48 വരെ ഹരിജൻ പത്രമായി. അപ്പോൾ അതിനു മുമ്പുള്ള യങ് ഇന്ത്യ പത്രം 1917. ഇതിൻ്റെ ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒറ്റ ഒരു പത്രം വെച്ചേ ഉള്ളായിരുന്നു. ആദ്യത്തെ ഗാന്ധിജി ഇറക്കിയ പത്രമാണ്. വരുന്ന ഇതൊക്കെ ഒരു PSCക്ക് വരുന്ന ചോദ്യോത്തരമാണ്. ചിലപ്പോൾ ഏത് വർഷം എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഗാന്ധിജി ഇറക്കിയ പത്രമാണെന്നൊക്കെ ചോദിക്കും. ഇതാണ് സംസാരിക്കുന്ന കോയിന്. ലൈബീരിയ എന്ന് പറഞ്ഞ രാജ്യം ലോകത്താദ്യമായിട്ട് സംസാരിക്കുന്ന കോയിൻ ഇറക്കി. കെനഡി സംസാരിക്കുന്നതാണ്. കെനഡി 1 മിനിറ്റ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ കെനഡി 1 മിനിറ്റ് സംസാരിക്കും. ഇതിപ്പോൾ പ്രദർശനത്തിന് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഇതെല്ലാം അഴിച്ചു വെച്ചേക്കുക.
കാരണം ഇതിങ്ങനെ കണ്ടെങ്കിലേ കുട്ടികൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അഴിച്ചു വെച്ചേക്കും. ഉള്ളടക്കം ഇത് മൂന്നും ഒരു നാണയത്തിന്റെ വശങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ നാണയത്തിനകത്ത് വെക്കുന്ന ഇലക്ട്രോണിക്സ് ആയത് ഇത് അടപ്പാണ്. ഇതിനൊരു ബട്ടൺ ഉണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കെനഡി സംസാരിക്കുന്നതായിട്ടാണ്. വലിയ മൂല്യം. ഇപ്പോഴത്തെ വില നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വളരെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം ലിമിറ്റഡ് പീസായിട്ട് ഇറക്കുന്ന എല്ലാ സാധനത്തിനും ലക്ഷങ്ങളും കോടികളും വിലയാണ്. അപ്പോൾ ഇത് ഓരോ വർഷം കഴിയുന്നതും വില കൂടിക്കൊണ്ടിരിക്കും. ഇത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. പണ്ട് കാലത്ത് ലിപികളും അക്ഷരങ്ങളും ഒക്കെ ഇറങ്ങിയത് പാറകളിൽ കൊത്തി. പാറയ്ക്കും മുമ്പ് ഈ ചെളിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന പറയുന്നത് ചെളിയിൽ. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെമ്പോലയത്, ചെമ്പിലുള്ള വട്ടെഴുത്താണ് ചെമ്പോല എന്ന് പറയും. ഈ ഓല കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ താളി ഓലയിലായിട്ട് എഴുതി വരുന്നത്. നമ്മുടെ അല്ലാതുള്ള പനയോലയിൽ എഴുതുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ഇത് അതിന് മുമ്പുള്ള ചെമ്പോലയാണ്. ചെമ്പിന്റെ ഓല വട്ടെഴുത്താണ്. വട്ടെഴുത്ത്. ഇതാണ് ആദ്യകാലത്തെ ലോട്ടറി. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരുമെന്നുള്ള ലോട്ടറി ഒക്കെ വന്ന് നമ്മുടെ അടൂർപാസി സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപയും ആയിരുന്നു ഇതിന് സമ്മാനം, 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഈ 1 രൂപ ലോട്ടറി കണ്ടല്ലോ, ഇതിന്റെ ഇനി അടുത്ത വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അതിന്റെ അച്ചാണ്. ലോട്ടറിയുടെ അച്ചൊറ്റ ഒരെണ്ണേ വരത്തുള്ളൂ. നമുക്കിപ്പം ഇതിന് മുമ്പ് കണ്ട ലോട്ടറി പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടും, പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. കാരണം ഇത് ഒറ്റ ഒരെണ്ണം അടിച്ചാൽ മതി. ഇത് പ്രിന്റിനകത്ത് അടിക്കുന്നത്, ഒറ്റ അടിക്കുന്നത്. അതിനകത്ത് അംബാസഡർ കാറും 1 രൂപയും 1 രൂപയുടെ പടമുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപ അംബാസഡർ കാർ വരെ നിന്ന് കൊടുക്കുന്നത് സമ്മാനമായിട്ട്. ഇത് വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് കിട്ടത്തില്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളെ കൊന്ന ഒരാളാണ് ഈദി അമീൻ എന്ന് പറയും. ഈദി അമീൻ ഇദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളെ കൊന്നത്. ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ വംശകർ അവിടെ താമസിച്ച് തുണിക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വംശകർ അവിടുന്ന് മാറി. അതുപോലെ കച്ചവടക്കാർ പല രാജ്യത്തു നിന്നുള്ളവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നാശമായി പോയി, മൊത്തം നശിച്ചുപോയി. രാജ്യം നശിച്ചുപോയി. ഇയാളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൈ കൊണ്ട് കൊന്നത്. തലച്ചോറൊക്കെയാണ് ഇയാൾ കഴിക്കുന്നത്, രക്തമാണ് കുടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനാണ്. അതെ, ഇത് ഇംഗ്ലീഷ് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള. ഇത് പണ്ട് കാലത്തുള്ള ആധാർ കാർഡാണ്. ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആധാറുണ്ട് എല്ലാത്തിനും കാണിക്കാനും, പക്ഷെ പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ക്ഷേത്രത്തിൽ കയറാനായിട്ട് താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് പറ്റത്തില്ല. ഉയർന്ന ജാതിക്കാരനെന്ന് അറിയാൻ വേണ്ടി രാജാവ് കൊടുക്കുന്ന കൊയിനാണ് ഈ അടയാളം. ഈ കോയിൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ബ്രാഹ്മണനാണെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. കാരണം ബ്രാഹ്മണർക്ക് വെള്ളിയായിരുന്നു, ഇതിന്റെ വെള്ളി പോലായിരുന്നു. പണ്ടത്തെ ആധാർ കാർഡ് എന്ന് പറയും. ശ്രീരാമ പട്ടാഭിഷേകമാണെന്നാണ് ഈ കോയിൻസിനെ കുറിച്ച് അറിയപ്പെടുന്നത്. പട്ടാഭിഷേകം, അതെ തന്നെ. ഇന്ന് നമുക്ക് എല്ലാത്തിനും ലൈസൻസ് ഉണ്ട്. ബൈക്കിനും കാറിനും ലോറിക്കും ബസ്സിനും ഒക്കെ ലൈസൻസ് ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് കാളവണ്ടിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സൈക്കിളിനും ഉണ്ടായിരുന്നു ലൈസൻസ്. ഇത് കാളവണ്ടിയുടെ ലൈസൻസാണ്. ഇത് വർഷം കൊണ്ട് നമ്മൾ പുതുക്കണം. ഇപ്പൊ എവിടെയും പോകുമ്പം ഇത് പോലീസുകാർ ചോദിച്ചാൽ കാണിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാളവണ്ടിയുടെ ലൈസൻസ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ലൈസൻസിനെ കുറിച്ച് റേഡിയോ ലൈസൻസ്. നമ്മുടെ വീട്ടിൽ പണ്ട് റേഡിയോയും ടി വിയൊക്കെ 1985 വരെ കാണാനായിട്ട് നമ്മൾ പഞ്ചായത്തിൽ 15 രൂപ അടയ്ക്കണമായിരുന്നു. എന്നിട്ട് ഈ ലൈസൻസ് വെക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് അവർ പിടിച്ചെടുത്തോണ്ട് പോകുമായിരുന്നു. അങ്ങനെയുള്ള പണ്ടത്തെ റേഡിയോ ലൈസൻസ് വേണം. മാത്രമല്ല പഞ്ചായത്തിൽ നമ്മൾ പൈസ അടയ്ക്കണം. ഇന്ന് നമ്മൾ കരം അടയ്ക്കുന്നതിന്റെ കൂട്ട് തന്നെ പൈസ അടയ്ക്കണമായിരുന്നു. പുതുക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ അടയ്ക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ കേബിളിന്റെ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാം ഒരുപോലെയൊക്കെ തന്നെ. ഇല്ലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. രാജ്യത്ത് 2 പേർക്കേ ഉള്ളൂ തപാൽ പിൻകോഡ് ഉള്ളത്. രാജ്യത്ത് 2 പേർക്കേ ഉള്ളൂ. ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റിനും ഒന്ന് ശബരിമല അയ്യപ്പനുമാണ്. ഇത് PSC വരുന്നൊരു ചോദ്യമാണ്. വളരെ വളരെ റയർ ചോദ്യം. അതിൻ്റെ ഉത്തരവാണ്. 2 പേർക്കേ ഉള്ളൂ രാജ്യത്ത് തപാൽ പിൻകോഡ് ഉള്ളത്. ഒന്ന് ശബരിമല അയ്യപ്പനും ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റിനുമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് മാറാം, പക്ഷെ അയ്യപ്പൻ ഒരിക്കലും മാറത്തില്ല. ഇതിന്റെ വർഷം തന്നെ ഇതിനകത്തുണ്ട്. 1984 തപാൽ സന്നിധാനത്ത് വന്നത്, ഓഫീസ് വന്നത്. മുദ്രകൾ വെച്ചേക്കുന്ന അയ്യപ്പന്റെ അവിടുത്തെ ഒരു 18-ാം പടിയുടെ ക്ഷേത്രത്തിന്റെ മുദ്രയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ റയറായിട്ടുള്ള ഒരു അറിവാണ്. കാരണം ഇതൊന്നും പെട്ടെന്ന് കാണുന്നതല്ല. ഇപ്പൊ നമുക്ക് ശബരിമല പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എഴുത്തയക്കാൻ പറ്റും, ഇവിടുന്ന് അങ്ങോട്ട് വായിക്കാൻ പറ്റും. അപ്പൊ കാർഡിൽ നമുക്ക് തിരിച്ചു വരും. അത് തന്നെ അങ്ങനെ.
ഇതാണ് വളരെ രസകരമായിട്ടുള്ള ബോബനും മോളി എന്ന് പറയും. പണ്ട് കാലത്ത് നമുക്ക് കാർട്ടൂൺ മാസികകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ബോബനും മോളിയും. മിക്ക കുഴപ്പമില്ലാത്ത വീടുകളിലും ബോബനും മോളി ഉണ്ടായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞ് വളരെ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള സർക്കാർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം കോമഡി രൂപത്തിൽ അവതരിപ്പിക്കുന്ന ടോംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലും നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ പിന്നെ കാർട്ടൂൺ 2800 കാർട്ടൂണുണ്ട്. 280 കാർട്ടൂണിസ്റ്റുകൾ വരച്ച് 2000. ഇപ്പോൾ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ പാടാണ് അത്രയും പേര്. ശങ്കർ സാറ്, കുട്ടി സാറ്, ടോം സാർ, അങ്ങനെയൊക്കെ ഒറിജിനൽ പടം, നമ്പൂതിരി സാറിൻ്റെ വരെ ഒറിജിനൽ പടങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച യഥാർത്ഥ ബോബനും മോളിയുടെ ആദ്യ പതിപ്പ്, ഒന്നാമത്തെ പതിപ്പായത്. ഇത് തന്നെ വളരെ വളരെ രസമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ചുമ്മാതെ എടുത്തു വെച്ച് നോക്കുമായിരുന്നു. അത്ര രസകരമായിട്ടുള്ളതാണ്. എഴുത്ത് കുറവാണ്. പടങ്ങളാണ്. പടങ്ങൾ നമ്മൾ കണ്ടു മനസ്സിലാക്കണം. അതാണ് പണ്ടത്തെ കാർട്ടൂണിൻ്റെ പ്രത്യേകത. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ്. ഇതും ഏറ്റവും റെയറാണ്. അതുപോലെ തന്നെ PSCക്ക് വരുന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ്. പെനി ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. 1840 ഇത് പുറത്തിറക്കിയത്. ഇംഗ്ലണ്ടാണ് പുറത്തിറക്കിയത്. പെനി ബ്ലാക്ക് എന്ന് പറയും. ആദ്യത്തെ തപാൽ സ്റ്റാമ്പ്. ഇത് ക്യൂബയിലെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ചെഗുവര ഒറ്റ മാസം ഉണ്ടായിരുന്നു. ഒരേ ഒരു മാസമേ ഉള്ളായിരുന്നു. ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ചെഗുവര സൈൻ ചെയ്ത നോട്ട്. അതുകൊണ്ട് ചെഗുവരയുടെ സൈൻ ഇതിനകത്തുണ്ട്. ചെഗുവര സൈൻ ചെയ്ത നോട്ട്. ഇതും വളരെ അപൂർവമാണ്. വളരെ കുറച്ച് നോട്ടുകളെ ഇറങ്ങിയിട്ടുള്ളൂ. അമേരിക്ക പിന്നെ ക്യൂബയിലുള്ള നോട്ടുകളൊന്നും മറ്റ് രാജ്യത്തോട്ട് വരാത്തതുകൊണ്ട് അമേരിക്ക വഴിയാണ് സാധാരണ എല്ലാ രാജ്യത്തോടും നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യൂബയിലെ പല നോട്ടുകളും നാണയങ്ങളും മറ്റ് രാജ്യത്ത് ലഭിക്കാൻ വളരെ കുറവായിരുന്നു. പക്ഷെ വേറെ രാജ്യത്തോടെ കിട്ടുമെങ്കിലും അമേരിക്ക വഴി കിട്ടാൻ അവിടെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ നോട്ടുകളൊക്കെ കിട്ടാൻ വളരെ പാടാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് കൊണ്ട് തന്നതായത്. ഇതാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 30 വെള്ളിക്കാശിലെ ഒന്നല്ല, ആ കാലഘട്ടത്തിലെ നാണയം ഉപയോഗിച്ചതാണ്. ഇതേപോലുള്ള സെയിം നാണയമാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് കൊടുത്ത ആ കാലഘട്ടത്തിലെ നാണയം. ആ യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള അന്ന്, കാരണം 200 വർഷമൊക്കെ ഒരു നാണയം തന്നെ നിലനിൽക്കുമായിരുന്നു. ഇന്നിപ്പം നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ ഒരു നാണയം ഒരു ദിവസം കൊണ്ട് തന്നെ അത് CNC മെഷീനിൽ ചെയ്ത് ഇറങ്ങി വരാൻ പറ്റും. പക്ഷെ പണ്ട് കാലത്ത് അത് പറ്റത്തില്ല. ഇതെല്ലാം ഉരുക്കി ഒഴിക്കുക, മണ്ണിനകത്ത് ഉരുക്കി ഒഴിച്ചുണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും 200 വർഷം വരെയൊക്കെ ഒരു നാണയം നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ നാണയമൊക്കെ നമ്മുടെ ശേഖരണത്തിൽ എത്താൻ ഉള്ളത്. അല്ലാതെ 30 വെള്ളിക്കാശിൽ ഒന്നല്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം വിജയനഗറിൻ്റെയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം താരാക്കോയിൻ എന്ന് പറയും. വേൾഡിലെ ഏറ്റവും ചെറിയ നാണയം വിജയനഗർ സാമ്രാജ്യത്തിന്റെ നാണയമാണ് ഉപയോഗിച്ച നാണയം. ആദ്യകാലത്തെ ടെലഗ്രാമാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് അയച്ചതായത്. ടെലഗ്രാമിന്റെ ഈ ഇതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്റ്റാമ്പാണ്. സമയത്തുള്ള സ്റ്റാമ്പാണ്. അത് തന്നെ ആ സമയത്ത് തന്നെ അയച്ചേക്കുന്നത്. എഴുതിയിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ കോഡുകൾ ഇത് അന്നത്തെ ഇതൊക്കെ കിട്ടാൻ തന്നെ പാടാണ്. നമ്മളൊരു മ്യൂസിയത്തിൽ പോയാലൊന്നും ഇത് കിട്ടാൻ വലിയ പാടായിരിക്കും. അത്ര ഞാൻ പറഞ്ഞില്ല, റെയർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ മ്യൂസിയത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. കാരണം പ്രയോജനം ഉണ്ടാവണം നമ്മുടെ മറ്റുള്ളവർക്ക്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ 1 രൂപ, ബ്രിട്ടീഷ് ഇന്ത്യ കൂടെ ചേർന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഉപയോഗിച്ച 1 രൂപയാണ്. ഇതൊക്കെ വളരെ 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 ഇതാണ് പൊതുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായിക്കോണം അപ്പം ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുപോലെ ഇന്ത്യ ബർമ നോട്ട്, ഇതും ബ്രിട്ടീഷ് ഇന്ത്യയുടെ തന്നെ ഇതാണ് വെക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഈ നോട്ടിൻ്റെയൊക്കെ വില ഭയങ്കരമാണ്. ഇപ്പോഴീ ഈ നോട്ടിനൊക്കെ ഭയങ്കര വിലയാണ്.